ആ സ്ഥിതിക്ക് ഒരു ചോദ്യം ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം. അങ്ങനെയും പറ്റും. കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ പണ്ഡിതനും വിഷയം അവതരിപ്പിച്ച താങ്കളും ഒരു പണ്ഡിതനെ കുറിച്ച് വ്യക്തിപരമായിട്ട് വളരെ മോശമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ നസീഹത്ത് കൊണ്ടാണ് തല്ല് കിട്ടിയിട്ടെങ്കിലും ഈ അവസരത്തിൽ നാട്ടിൽ സിർക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ എന്റെ ദൈവത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് തല്ല് കൊണ്ടിട്ടാണെങ്കിലും അവിടുന്ന് പോരണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന് ഇവിടെ ദൈവത്ത് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നസീഹത്തിന് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോ ഈ വിഷയത്തെ കുറിച്ച് ആ പണ്ഡിതനുമായിട്ട് നമുക്ക് സംരക്ഷണം തരാൻ പറ്റുന്ന ഒരു ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈസൽ മുസ്ലിയാർക്കും അദ്ദേഹത്തിനും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തെരഞ്ഞെടുത്ത ഓഡിയൻസുകളെ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഓഡിയൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പങ്കെടുത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യം എന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ അറിയിച്ചാൽ അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ട് എനിക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ നസീഹത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഏത് രംഗത്താണെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അതല്ലെങ്കിൽ വിശദീകരിക്കാം എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്. അദ്ദേഹം തയ്യാറാവും എന്നാണ് എന്റെ വിശ്വാസം. അത് 100% തയ്യാറാണ്. യാതൊരു പ്രയാസവും ഇല്ല. എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് അതേ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളത് തന്നെ. ഞാൻ അത്ര വലിയ ആദ്യമായിട്ടൊന്നും പറയില്ല. പക്ഷെ നാസസുല്ലമിയൊന്ന് നേർക്ക് നേരെ എനിക്കൊന്ന് സംസാരിക്കണം, എനിക്ക് നല്ല താല്പര്യമുണ്ട്. കാരണം അയാള് നേരത്തെ പറഞ്ഞ തല്ല് കിട്ടിയെന്നുള്ളത് ന്യായബോധം കിട്ടിയതല്ല, അത് വിഷയം വേറെയാണ്. അതുകൊണ്ട് കിട്ടിയ തല്ലുമ്പോ നസീഹത്തുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് തല്ല് കിട്ടിയ വിഷയം വേറെയാണ്. ന്യായബോധം പറഞ്ഞപ്പോ തല്ല് കിട്ടിയതല്ല. അങ്ങനെയാണെങ്കിൽ നസീഹത്ത് പറയാമായിരുന്നു. അതെന്തോ ആവട്ടെ. ഏതായിരുന്നാലും നാസസുല്ലമി തയ്യാറാണെങ്കിൽ ഞാൻ 100% തയ്യാറാണ്. ഇനി അതിന് ഒരു പ്രൊട്ടക്ഷനും വേണമെന്നില്ല, അങ്ങനത്തെ ഭൗതിക സംവിധാനം വേണമെന്ന് ഒന്നും വേണമെന്നില്ല. ഈ കൂടെ എല്ലാ മനുഷ്യന്മാരും കൂടിക്കൊണ്ട് തന്നെ നമുക്ക് നടത്താം. ഒരു പ്രശ്നം നമ്മളെല്ലാവരും മുജാഹിദീങ്ങളല്ലേ, ഒരു ബേജാറും ഇല്ലല്ലോ. മുജാഹിദീങ്ങളൊക്കെ കൂടട്ടെ, നമുക്ക് സൗകര്യപ്പെട്ട സ്ഥലം കണ്ടെത്തിയിട്ട് ഒരു ഹാളിലോ മറ്റോ ഇരുന്ന് എത്ര ആളാണ് വേണ്ടത് ഒക്കെ കൂടിക്കോട്ടെ. നാസസുല്ലമയും ഞാനും കൂടെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പർക്ക് KNM-ലും KJ-നും മെമ്പർഷിപ്പ് ഇല്ല, എനിക്കതൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാനാണ് ഔദ്യോഗികം, മൂപ്പരാണ് പ്രതിപക്ഷം. എന്നാലും വേണ്ടില്ല, ഇനി രണ്ടാളും വേണേ ഔദ്യോഗികമായിക്കോട്ടെ, രണ്ടാളെയും ഔദ്യോഗികമായി കൂട്ടാം, എന്നാലും കുഴപ്പമില്ല. കാരണം എവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്തവരാൾ അപ്പുറത്തും KNM-ലും KJ-ലും മെമ്പർഷിപ്പ് ഉള്ള ആൾ ഇപ്പുറത്തും ആകുമ്പോ യഥാർത്ഥ സംഘടനയുടെ ആള് ഞാനും അദ്ദേഹം പ്രതിപക്ഷമായിട്ടാണ് വരേണ്ടത്. ഇനി രണ്ടാളും സംഘടനയുടെ ഭാഗത്തെ പ്രതികരിച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നാസസുല്ലമി തയ്യാറാണെങ്കിൽ 100% ഇത്രയും മനുഷ്യന്മാരെ സാക്ഷിയാക്കി പറയാണ് ഞാൻ റെഡിയാണ്. ഇനി മൂപ്പര് വന്നില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ നിങ്ങൾ നോക്കിയാൽ ഞാൻ എന്തായാലും വരും, ഒരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് ഈ ആരോഗ്യം, ഈ ആയുസ്സും, ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫൈസൽ തയ്യാറാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായി സംസാരിച്ചിട്ട് അറിയിക്കാം. അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്.